പാമ്പുകടിയേറ്റതുമായി ബന്ധപ്പെട്ട് തൃശൂർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ച 3 വയസ്സുകാരിക്ക് ആന്റിവെനം നൽകാത്തതും കുട്ടി മരിക്കുകയും ചെയ്ത സംഭവത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളിലെ നീതി നിഷേധം പരിശോധിക്കുവാൻ മുഖ്യമന്ത്രി ഓഫീസ് നിർദ്ദേശം നൽകി. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിൽ ഉചിത നടപടി സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകി. പാമ്പുകടിയേറ്റ ആലമറ്റം കൊച്ചിപ്പള്ളി ബിനോയിയുടെയും ലൈനയുടെയും 3 വയസ്സ് പ്രായമുള്ള മകൾ അവറിനെ അടിയന്തര സ്വഭാവത്തിൽ തൃശൂർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഡ്യൂട്ടി ഡോക്ടർ BS ശ്രീലേഖ കുട്ടിക്ക് ആന്റിവെനം നൽകാൻ തയ്യാറായില്ല. കുട്ടി അബോധാവസ്ഥയിലാകുന്നതിന് മുമ്പ് ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചിരുന്നു. OPയിൽ വളരെ നേരം കുട്ടിക്ക് കാത്തു കിടക്കേണ്ടിയും വന്നു. ആന്റിവെനം ഉണ്ടായിരുന്നിട്ടും കുട്ടിക്ക് മരുന്ന് നൽകുവാൻ തയ്യാറാകാതെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് അയക്കുകയായിരുന്നു. യാത്രാമധ്യേ കുട്ടി മരണപ്പെട്ടു. ആന്റിവെനം ആശുപത്രിയിൽ ഉണ്ടായിരുന്നിട്ടും നൽകാത്ത സംഭവത്തിൽ തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണം നടത്തി. ഡോക്ടർക്ക് എതിരെ നടപടി സ്വീകരിക്കുവാൻ ഡയറക്ടർക്ക് ശുപാർശ നൽകി. പ്രസ്തുത ശുപാർശയിൽ ആദ്യം നടപടി സ്വീകരിക്കുവാൻ ഡയറക്ടർ തയ്യാറാകാതെ മറ്റൊരു അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത് നീതി നിഷേധമാണെന്ന് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. കുട്ടി മരിച്ച സംഭവത്തിൽ സ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും നടപടി അവസാനിപ്പിക്കുകയും ചെയ്തു. മരുന്ന് നൽകാത്തതടക്കം കുട്ടിക്ക് ആശുപത്രി OPയിൽ വളരെ നേരം കാത്ത് ഇരിക്കേണ്ടി വന്നത് സംബന്ധിച്ചും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എതിരെ നടപടി ശുപാർശ DYSP നൽകിയിട്ടും പ്രസ്തുത അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഡോക്ടർക്കെതിരെ കേസ് എടുത്ത് തുടർ നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ആദ്യ അന്വേഷണ റിപ്പോർട്ടുകളെ അട്ടിമറിക്കുവാൻ ഇതിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് ആരോപണ വിധേയയുടെ സമ്മതത്തിന് വഴങ്ങി മറ്റൊരു അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണ നടപടികൾ പോകുന്നതിനടക്കമുള്ള നീതി നിഷേധങ്ങൾ അച്ചടക്ക ലംഘനവും നിയമവിരുദ്ധമെന്ന് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ചൂണ്ടിക്കാട്ടുന്നു.